ഹലോ എവരിവൻ, ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിങ്ങിൽ നിങ്ങളെല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലു മട്ടർ പുലാവിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി റെസിപ്പി, വിൻ്റർ സ്പെഷ്യൽ റെസിപ്പിയാണ്. നിങ്ങൾക്കാണെങ്കിൽ മട്ടറൊക്കെ കിട്ടുന്നില്ലെങ്കിൽ, ഗ്രീൻ പീസ് ഇപ്പം ഫ്രഷ് കിട്ടുന്നില്ലെങ്കിൽ രാത്രി കുതിർത്തി വെച്ചിട്ട് നമുക്ക് രാവിലെ ആണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഒരു പ്രഷർ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് നമുക്കാണെങ്കിൽ 2 കുഴിത്തവി നിറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചൂടായി കഴിയുമ്പോൾ ജീരകം, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ബേ ലീവ്സ്, സ്റ്റാർ അനീസ്, ഏലക്ക ഇതെല്ലാം നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് സോത്തെ ആയി കഴിയുമ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 2 സവാള നീളനെ അരിഞ്ഞ് അതും കൂടെ നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊരു ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം. 3-4 പച്ചമുളകും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. മക്കൾ അത് എരിവ് കഴിക്കാത്തവരാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊരു ബ്രൗണിഷ് കളറായി കഴിയുമ്പോൾ നമുക്കത് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നമുക്ക് കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്രയും സാധനം ഇട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണേ ചെയ്യാനായിട്ട്. കരിഞ്ഞു പോകാതെ, മസാലയൊക്കെ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോലെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു കഴിയുമ്പോൾ 2 തക്കാളി, ഇച്ചിരി വലിയ വലുപ്പത്തിലുള്ള തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ക്യൂബ്സാക്കി മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെറുതാണെങ്കിൽ അതൊരു 3 എണ്ണം വേണേ എടുക്കാനായിട്ട്. എന്നിട്ട് അത് ചെറുതാക്കി അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ആണെങ്കിൽ ഇവിടെ ആണെങ്കിൽ വിൻ്റർ സ്പെഷ്യൽ തണുപ്പ് സമയമില്ല. അപ്പോൾ അത് കാരണം ഇവിടെ ഫ്രഷ് ആയിട്ട് ഇതുപോലെ ഗ്രീൻ പീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. 1 കപ്പുണ്ട്, അതും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ്സാക്കി മുറിച്ചത് അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാല നമുക്ക് അതിനകത്തൊന്ന് ആഡ് ചെയ്തെടുക്കാം. ഗരം മസാലയുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് എപ്പോഴും ആണെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വെജിറ്റബിൾ ഏത് കാര്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റി എടുത്തിട്ട് വേണേ ചെയ്യാൻ. അപ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ നോർമലി അങ്ങനെയാണെങ്കിലും അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ഇതുപോലെ എണ്ണയ്ക്ക് സെപ്പറേറ്റ് ആയി വരുന്നവരെ നമ്മൾ ഇളക്കി കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം മിക്സ് ആയി കഴിയുമ്പോൾ നമുക്കത് 1 പിടി മല്ലിയില അരിഞ്ഞതും കൂടെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാസ്മതി റൈസ് 2 ഗ്ലാസ് ബാസ്മതി റൈസ് കഴുകി അരമണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം വേണേ അതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സോ കപ്പോ അളവിനെടുക്കുന്നത് വെച്ചാൽ അതിന് തന്നെ നമുക്ക് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 ഗ്ലാസ് ഞാനാണെങ്കിൽ അരി എടുത്തിട്ടുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് നന്നായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ റൈസ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ അതിനകത്ത് എത്രയും വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം കളഞ്ഞിട്ട് വേണേ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അരിക്കകത്തുനിന്ന് വെള്ളമൊക്കെ ഞാൻ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് 1-2 മിനിറ്റത്തേക്ക് ഒന്നുകൂടെ നമുക്കൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ എണ്ണയ്ക്കകത്തൊന്ന് സോത്തേ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം പുലാവിനകത്ത് നമുക്ക് എപ്പോൾ പുലാവാണെങ്കിൽ കിച്ചടി ഉണ്ടാക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഏത് വെജിറ്റബിൾ ഉണ്ടാക്കുവാണെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ 2 ഗ്ലാസ് എടുത്തേക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ 3 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണേ. ഉപ്പ് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം ചെയ്യാനായിട്ട്. റൈസിനകത്തൊക്കെ പിടിച്ച് വരുമ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നും. അപ്പോൾ അത് കാരണം കൊണ്ട് ഉപ്പിന് ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം. എനിക്ക് ഇച്ചിരി കുറവാണെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ അടച്ച് 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നാണെങ്കിൽ തണുത്ത് ഒരു അരമണിക്കൂറത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റൂം ടെമ്പറേച്ചർ വരുന്നവരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് തുറന്ന് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റത്തേക്ക് തുറന്നതിന് വെച്ചേക്കണേ. ആ അരിയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ ചൂടത്തോടെ നമ്മളാണെങ്കിൽ ഇളക്കി കുഴയ്ക്കുകയാണെങ്കിൽ അരിയൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ പുലാവ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.